ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജിയുടെ വീഡിയോ ഒന്നുകൂടി ഇടാൻ, എവിടെ നിന്നാണ് ഈ നെഗറ്റീവ് എനർജി കിട്ടിയത് എന്ന് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇത് ഞാൻ പയൽ വയ്ക്കുന്നില്ല കേട്ടോ, ഞാനിത് അല്ലാതെയാണ് റീഡ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രം എടുക്കുക. ഇത് കുറേ സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടായിരിക്കാം നോക്കാം. നിങ്ങൾക്ക് എവിടെ നിന്നാണ് നെഗറ്റീവ് എനർജി വന്നിട്ടുള്ളത് നോക്കാം. 7 of കപ്പിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. 5 of കപ്പ് വന്നിട്ടുണ്ട്. 2 of wands വന്നിട്ടുണ്ട്. 9 of കപ്പ് വന്നിട്ടുണ്ട്. 2 of swords വന്നിട്ടുണ്ട്. 4 of swords വന്നിട്ടുണ്ട്. പിന്നെ 7 of wands വന്നിട്ടുണ്ട്. ബോട്ടം വന്നത് പേജ് ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ്. ഇനി നമുക്ക് പിന്നെ ഇത് നോക്കാം. നമുക്ക് ഇവിടെ നിന്നൊക്കെയാണ് ഗോൾഡ് ഫിഷ്, ബട്ടർഫ്ലൈ, നെസ്റ്റ് വന്നിട്ടുണ്ട്. സക്സസ് വന്നിട്ടുണ്ട്. ഇനി 2 കാർഡ് കൂടി എടുത്ത് നോക്കാം. രണ്ട് കാർഡ് കൂടി എടുക്കാം. ഇവിടെ വന്നിട്ടുള്ളത് നോക്കട്ടെ. ഹോപ്പാണ് വന്നിട്ടുള്ളത്. റിജീവ്സ് 3 of കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വന്നിട്ടുള്ളത് സാക്രിഫൈസ് ആണ്. ഇതില് പേജ് ഓഫ് പെന്റക്കിൾസും സാക്രിഫൈസും ആണ് ഇതില് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഫിനാൻഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന്, നിങ്ങൾ തുടങ്ങിയ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസ്സിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സിൽ നിന്നോ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. കാരണം ഈ പേജ് ഓഫ് പെന്റക്കിൾസ് നിങ്ങൾ ചിലപ്പം ചില ആൾക്കാർ നിങ്ങൾ ഏറ്റവും സൗഹൃദത്തിലുണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് ചേർന്നൊരു ബിസിനസ് നടത്തിയിട്ടുണ്ടായിരിക്കാം. പിന്നീട് എപ്പോഴെങ്കിലും അത് പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തൊരു ബിസിനസ് ആയിരിക്കാം. അപ്പം അങ്ങനെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു പോയതിൻ്റെ കാരണം ഇതിൽ ഒരു 3 of കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം, അത് നിങ്ങൾ ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിരുന്നത് കൊണ്ട് നിങ്ങളൊരു ബിസിനസ്സൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു സൗഹൃദം അങ്ങനെ തന്നെ നിലനിൽക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. പയ്യെ പയ്യെ അത് മാറി ചിലപ്പോൾ ഒരു ആ സൗഹൃദമൊക്കെ മാറി. ഇപ്പൊ ബിസിനസ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണറായിട്ടൊക്കെ വരുമ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഏറ്റവും സൗഹൃദത്തിലിരുന്ന ആൾക്കാർ ഇത് അങ്ങനെ അല്ലെങ്കിൽ ബിസിനസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും സുഹൃത്തായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്ത് കണ്ടിട്ട് വന്ന ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാനും സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഇതിൽ 7 of കപ്പിന്റെ എനർജിയാണ്. ഇതിൽ 5 of കപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ 7 of കപ്പ് എന്ന് പറയുന്നത് പലതരത്തിൽ വരാം. നിങ്ങളുടെ വീട് സംബന്ധമായ കാര്യത്തിൽ, നിങ്ങൾ താമസിക്കുന്ന വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ
നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പിതൃക്കൾ ആരാധിച്ചിരുന്ന ചില ശക്തികൾ നമ്മൾ അത് ഒന്നും ചെയ്യാതെ വരുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി അതിനെ തുടർന്ന് കൊണ്ടുപോകാത്തതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ആ ഒരു ശക്തികളിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന ഒരു നെഗറ്റീവ് എനർജി. കാരണം നമ്മളുടെ പിതൃക്കളായിട്ട് പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം. അത് 1, 2, 3 ഒക്കെ തലമുറ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ അടുത്ത തലമുറ വരുമ്പോൾ അവർക്ക് ആർക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരെയും അല്ലെങ്കിൽ അവർക്ക് അതിൽ ഒരു സമയമില്ലാതെ വരെയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് പതിയെ അങ്ങ് ഇല്ലാതാക്കി കളയും. ഒന്നുകിൽ ആ ആരാധിച്ചിരുന്ന ആരാധനാമൂർത്തിയെ ചിലപ്പം അത് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ട് വെക്കും. അല്ലെങ്കിൽ ആ ചെയ്തിരുന്ന കാവുകൾ പോലെയുള്ള സർപ്പക്കാവോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പിന്നെ അത് ശ്രദ്ധിക്കാതെ വന്നതിന്റെ ഫലമായിട്ട് അവിടുത്തെ ഒരു ആരാധനാമൂർത്തികൾക്ക് സംതൃപ്തി ഇല്ലാത്തത് വന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. അവർക്ക് ഒരു സന്തോഷം ഇല്ല. അവര് ഇപ്പൊ ഈ ആരാധനാമൂർത്തികൾ എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പം മൺമറഞ്ഞു പോയ വ്യക്തികള് ഈ മന്ത്രമൂർത്തി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു നാഗത്തറയൊക്കെ ഉണ്ട്, നാഗങ്ങളെ ഒക്കെ പ്രതിഷ്ഠിച്ചിരുന്നതും അതുപോലെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കുറേ തലമുറയ്ക്ക് മുന്നേ ഉള്ള ആൾക്കാർ ആരാധിച്ചിരുന്ന പല കാര്യങ്ങളും അത് നമ്മൾ തുടർന്ന് ചെയ്യാതെ വരുന്നതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ തലമുറ എപ്പോഴോ സ്റ്റോപ്പ് ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്കുണ്ടായ ഒരു അതൃപ്തി. 5 ഓഫ് കപ്പിന്റെ എനർജിയാണ്. അപ്പൊ മറ്റുള്ളവർക്കെല്ലാം ഉണ്ട്, നമുക്ക് ഒരു വീടില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നമുക്ക് ഒരു സ്ഥാനമില്ല, ഇരിപ്പിടം ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അവരുടെ വിഷമത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഇതില് അവര് ചിലപ്പോൾ കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ, നിങ്ങളെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ. അപ്പൊ നിങ്ങളെ അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സോളിനെ അവരുടെ ഒരു രക്ഷയ്ക്കായിട്ട് അവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ അത് വേണമെന്ന് തോന്നിയിട്ട് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങളത് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും തരുന്നത്. ചിലപ്പം നിങ്ങൾക്കൊരു തോന്നൽ വരുമോ, പണ്ടത്തെ ആ ഒരു കാര്യം വീണ്ടും നമുക്ക് തുടർന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടും നിങ്ങൾ ചെയ്തിട്ടും നിങ്ങളത് തുടർന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആ ചെയ്യാത്ത കാര്യങ്ങൾ, ആ ചെയ്യാത്ത ശക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും പ്രോഗ്രസ്സിനെതിരായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അത് ചിലപ്പം നിങ്ങളുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ ഫാമിലിയിലുള്ള ഇതും ആകാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ വിട്ട് വളരെ വലിയ കണക്ഷൻ ഒന്നും ഉണ്ടായിരിക്കാനും സാധ്യതയില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഇതിനെ നിങ്ങൾക്ക് ഈ നെഗറ്റീവായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ഈ 9 ഓഫ് കപ്പ് വന്നത് നിങ്ങൾ ഒരുപാട് ആ ഒരു ശക്തികൾ നിങ്ങൾ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഏതെങ്കിലുമൊക്കെ തലമുറയിൽ. നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ ചിലപ്പം അവരുടെയൊക്കെ ഇത് ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ ഇത് സമർപ്പിച്ചിരുന്ന ആൾക്കാരുടെ ഒരു പുനർജന്മമൊക്കെ ആയിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങളത് തുടർന്ന് ചെയ്യാത്തതിന്റെ ഫലമായിട്ട് വന്ന ഒരു ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. കാരണം നിങ്ങളുടെ മുൻ തലമുറ തന്നെ ഇതിനെ വളരെയധികം സ്നേഹിച്ച് ആരാധിച്ചിരുന്നു എന്നാണ് കാണുന്നത്. ഇതില് വീണ്ടും 2 ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളത് വേണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ തൊട്ട് മുന്നേ ഉള്ള തലമുറ ഇതിനെ വലിയൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ പക്ഷെ നിങ്ങൾക്കായിരിക്കും അത് ഒരു ബോധം വന്നത്. നിങ്ങൾക്ക് ഇത് കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് കാണുന്നത് കേട്ടാ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ഇങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നതാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ പുറത്തുള്ള ശത്രുക്കളും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഒന്നിലധികം ആൾക്കാർ. 7 ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇതില്. നിങ്ങളുടെ കർമ്മസ്ഥാനത്തുള്ള ആൾക്കാരും നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ടായിരിക്കണം നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ 4 ഓഫ് സോഴ്സിന്റെ എനർജി. അപ്പം നിങ്ങൾ ആക്റ്റീവ് അല്ലാതിരിക്കുക, നിങ്ങളുടെ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്താനോ ഒക്കെ നിങ്ങളുടെ കർമ്മസ്ഥാനം, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. പിന്നെ ശരിക്കും നിങ്ങളുടെ
ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ബ്ലോക്ക് വരുത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സൗഹൃദത്തിലിരുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ നമുക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാവുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലും അങ്ങനെയാണ്. പിന്നെ ചില ആൾക്കാർ ഇതിലിപ്പം ഒരു 7 of Wands വന്നു, ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ മെറ്റീരിയൽ സക്സസ് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അത് എന്ത് തന്നെയായാലും, ചിലപ്പോൾ അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം കേട്ടോ, ഹീലിങ്ങോ അങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് അസൂയ മൂത്തവർ ചെയ്തതും ആകാം. അവര് നിങ്ങളുടെ ആ ഒരു ഫിനാൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സക്സസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഇത് പലപ്പോഴും നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വന്നൊരു സമയമുണ്ട് കേട്ടാ. നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടും ഈ ഒരു കാര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണെങ്കിൽ, അതാണ് ഈ 4 of Swords. റെസ്റ്റ് എടുക്കേണ്ട സമയം. ഇത് കുറെ ആൾക്കാർക്ക് ഇതൊരു അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചു കാലം ഈ നെഗറ്റീവ് എനർജി ഒന്നും ഇല്ലാതെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ജോലി പോയി വെറുതെ വീട്ടിൽ ഇരുന്നതുമായിരിക്കാം. ആ സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ഷനൊക്കെ വന്നു കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സക്സസ്സിൽ കുറേ ആൾക്കാരും ഇതിൽ കാണുന്നത് നിങ്ങളുടെ സക്സസ്സിൽ ഒരു അസൂയ ഉണ്ടായ ആൾക്കാർ, കാരണം അവർക്ക് അതുപോലെ ആകാൻ പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ച ആൾക്കാർ ഇത് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കി എന്നാണ് കാണുന്നത്. ഇതിൽ 2 കാർഡ് കൂടി നമുക്ക് നോക്കാം. ദ ഹയറഫന്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് ചില ആൾക്കാർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഗുരുസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഗുരു എന്ന് കണ്ട് മനസ്സിൽ കണ്ടിരുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷനുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങളുടെ സക്സസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് എനർജി ആരോ ഇതാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം അതിനെ ബ്ലോക്ക് ചെയ്ത് എന്നാണ് കാണുന്നത്. പേജ് ഓഫ് പെന്റക്കിൾസ് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫിനാൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ് വന്ന ആൾക്കാരുണ്ട്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്നോ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഴ്സിന്റെ എനർജി നിങ്ങളുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യാനാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് വീണ്ടും ഇതുപോലെയുള്ള, ഞാനിത് പൈലായിട്ട് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും അടുത്ത ഒരു നെക്സ്റ്റ് വീക്ക് വീണ്ടും ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഒരു വീഡിയോ ഇടാട്ടോ. കുറേ ആൾക്കാരിത് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. 6 of Swords നിങ്ങളായിരുന്ന ഒരവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകാനായിരിക്കാം. അങ്ങനെ നിങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയിട്ട് എവിടെന്നോ ആരോ നെഗറ്റീവ് എനർജി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കുറച്ച് കാര്യം മാത്രം. നമുക്ക് ഓരോ ഇതായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ നെഗറ്റീവ് എനർജിയെ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കണ്ട കേട്ടോ, ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്തെടുക്കണ്ട. നമ്മളെങ്ങനെയായിരിക്കുമോ അതനുസരിച്ച് ഇത് നമ്മളെ വിട്ടിട്ട് പൊക്കോളും. നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.